ബിരിയാണിയുടെ കൂടെ കഴിക്കുന്ന 3 ഐറ്റംസാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. തേങ്ങാ ചമ്മന്തിയും റൈത്ത അതായത് തൈര് സാലഡും പിന്നെ ഉള്ളി സാലഡും. വളരെ ഈസി ആയിട്ടുള്ള ഈ 3 ഐറ്റംസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഉള്ളി സാലഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. വളരെ നേരിയതായിട്ട് കട്ട് ചെയ്യണം. ഈ നേരിയതായിട്ട് കട്ട് ചെയ്ത ഉള്ളിയിലേക്ക് വളരെ പൊടിയായിട്ട് അരിഞ്ഞ ഒരു പച്ചമുളക് ചേർക്കാം. കുറച്ച് കറിവേപ്പില മുറിച്ചിട്ട് കൊടുക്കാം. കൈകൊണ്ട് നന്നായിട്ട് ഞെരടിയിട്ട് വേണം മുറിച്ചിടാൻ. കറിവേപ്പിലയുടെ നല്ലൊരു ഫ്ലേവർ ഇതിലേക്ക് കിട്ടണം. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർക്കാം. ഏകദേശം 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെയുള്ള അളവിൽ ചേർത്താൽ മതി ഇത്രയും ഉള്ളിക്ക്. ഇനി ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഉപ്പും കൂടെ നന്നായിട്ട് കൈകൊണ്ട് ഞെരടി യോജിപ്പിക്കണം. ഉള്ളി നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം. നല്ല ബലം കൊടുത്തിട്ട് തന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് വിനീഗർ അഥവാ സിർക്കയാണ്. വൈറ്റ് വിനീഗറാണ് ഞാൻ ചേർക്കുന്നത്. 4 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ ഉള്ളി സാലഡ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. 1 മിനിറ്റ് സമയം കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഇവിടെ അടച്ചു വെക്കാം. അടച്ചു വെച്ചൊരു അരമണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും ഇത് ഒന്നുകൂടി നല്ല ടേസ്റ്റായി മാറും. ഉപ്പും വിനീഗറും ഒക്കെ ഈ ഉള്ളിയിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് റൈത്ത അതായത് തൈര് സാലഡ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു കക്കിരി അതായത് കുക്കുംബർ കട്ട് ചെയ്തത് ചേർക്കാം. ഇത് സാലഡ് കുക്കുംബറാണ്. ഒരു ചെറിയ കഷ്ണം ഉള്ളിയും കൂടി ചേർത്തിട്ടുണ്ട്. ഒരു ചെറിയ ഉള്ളിയുടെ പകുതി. അതുപോലെ ഒരു ചെറിയ തക്കാളി കുരു കളഞ്ഞിട്ട് ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി പേസ്റ്റാണ്. വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ആക്കിയതാണ്. ഇത് പ്രത്യേകിച്ച് പേസ്റ്റ് ആക്കി എടുക്കണമെന്നില്ല. നമ്മൾ ബിരിയാണിക്ക് ഇങ്ങനെ ഒരു പേസ്റ്റ് ഉണ്ടാക്കുമല്ലോ, അതിൽ നിന്ന് 1 ടീസ്പൂൺ മാറ്റി വെച്ചാൽ മതിയാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് തൈരാണ്. ഞാൻ 1 കപ്പോളം തൈര് ഇപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കിയാൽ മതി. ഇത്ര അളവ് വേണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ചെടുത്താൽ മതി. ഇതിലേക്ക് മല്ലിയില കട്ട് ചെയ്തത് 1 ടേബിൾ സ്പൂൺ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ റൈത്ത അതായത് തൈര് സാലഡും ഇവിടെ റെഡിയായി കഴിഞ്ഞു. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതും അടച്ച് മാറ്റി വെക്കാം. ഇനി ഉണ്ടാക്കുന്നത് തേങ്ങാ ചമ്മന്തിയാണ്. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ എടുക്കാം. ഇതിലേക്ക് വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർക്കാം. 2 വെളുത്തുള്ളി അല്ലി ചേർക്കാം. ഇത് 2 എണ്ണേ ഉള്ളൂ. ഞാൻ തൊലി പെട്ടെന്ന് ഇളകാൻ വേണ്ടിയിട്ട് പകുതിയാക്കി കട്ട് ചെയ്തതാണ്. ഒരു പച്ചമുളക് ചേർക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. 1 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞത് ചേർക്കാം. 3-4 പുതിനയില കട്ട് ചെയ്ത് ചേർക്കാം. പുതിനയില കൂടുതൽ ചേർക്കണ്ട, 3-4 എണ്ണം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ വരെ ചെറുനാരങ്ങ നീര് അല്ലെങ്കിൽ ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ നീര് ചേർക്കാം. ഇനി അടച്ചു വെച്ച് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കരുത്. നമ്മുടെ തേങ്ങാ ചമ്മന്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ ബിരിയാണിക്ക് പറ്റിയ 3 സൈഡ് ഡിഷസും ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് പണ്ടുകാലം മുതൽക്ക് ഉണ്ടാക്കുന്ന 3 വിഭവങ്ങളാണ്. ബിരിയാണിയുടെ കൂടെ നല്ല കോമ്പിനേഷനാണിത്. ഇന്ന് മയണൈസ് സാലഡും ഫ്രൂട്ട് സാലഡ് അങ്ങനെ പലതും ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും ടേസ്റ്റ് ബിരിയാണിയുടെ കൂടെ ഈ 3 ഐറ്റംസ് തന്നെയാണ്. ഉണ്ടാക്കാൻ വളരെ എളുപ്പവുമാണ്. ഒരു 10 മിനിറ്റ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ 3 ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കാം. ഉള്ളി ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴേക്ക് തന്നെ നല്ല സോഫ്റ്റായി നല്ല ടേസ്റ്റായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മിക്ക ആൾക്കും അറിയുന്ന റെസിപ്പി തന്നെയായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടി കാണിച്ചതാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.